Watch full episodes on Jio Hotstar. പത്തുലു അങ്ങോട്ട് നോക്ക്. ഒരു ക്ലൗഡ് മാൻ വേഗത്തിൽ പറന്നോണ്ട് ഇങ്ങോട്ടേക്കാ വന്നോണ്ടിരിക്കുന്നത്. പത്തുലു വേഗത്തിൽ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ നമുക്ക്. വരൂ. ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നോ? ഈ വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ മേഘത്തിൽ നിറച്ച് ഇവിടുന്ന് കൊണ്ടുപോകണം. ഡോക്ടർ ജഡ്ക, നമ്മൾ ഈ മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരുന്നു തന്നെ ഇവരുടെ ടീം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയുമോ? പൊളിച്ചെടുത്തല്ലോ. ഒന്നും കൂടി ആലോചിച്ച് മതിട്ടാ പത്തലു. അവിടെ പോയി നമുക്ക് ആപത്ത് വല്ലതും സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അതെ, ഭൂമിയിലുള്ള വെള്ളത്തിന് നമുക്ക് രക്ഷിക്കണമെങ്കിലേ ഇത്രയും വലിയ റിസ്ക് നമ്മൾ എടുത്തേ പറ്റൂ. വരൂ. ഭാരതമാതാവാണ് സത്യം. നമ്മൾ എപ്പോഴും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്ത് ആപത്ത് സംഭവിച്ചാലും നമുക്ക് നേരിടാം. വരൂ. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, എല്ലാവരും ഈ സ്പ്രേ ഒന്ന് അടിച്ചേ. ഒരു മിനിറ്റ് നിക്ക്, ഞാനും നിങ്ങളൊപ്പം വന്നേക്കാം. ഇതെങ്ങനെയുണ്ട്? പൊളിച്ചെടുത്തല്ലോ. മമ്മി രക്ഷിക്കണേ, ഇവിടെ എന്തൊക്കെ സംഭവിക്കണേ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ വെള്ളത്തിന്റെ തുള്ളിക്കകത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി എന്താ സംഭവിക്കുക? പോകുന്നു ക്ലൗഡ് മാൻ, വേഗത്തില് വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് പോണു. മുമ്പിൽ നെഗറ്റീവ് ഗ്രാവിറ്റി സ്പോട്ട് വരുന്നുണ്ട്, തയ്യാറായിട്ടിരുന്നോളൂ. കൂട്ടുകാരെ വേഗം വാ. എന്താ ഇത്? ക്ലൗഡിയസ്, നിങ്ങളുടെ 2 ക്ലൗഡ് മാൻമാരെ കൂടെ അയക്ക്. ആ ക്ലൗഡിനെ പോയി സഹായിക്കാൻ പറ. നിങ്ങൾ രണ്ടുപേരും ചെല്ലേ, ആ ക്ലൗഡ് മാനെ രക്ഷിക്ക്. എന്റെ ഈ സെക്ഷൻ ഗാഡ്ജറ്റിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും ക്ലൗഡ് മാൻ? മുഴുവൻ വെള്ളവും ഞങ്ങൾ എടുത്തോണ്ട് പോവില്ലേ? ക്ലൗഡ് മാൻ ദാ അവിടെയുണ്ട്. നമുക്ക് അയാളെ ഇപ്പൊ രക്ഷിക്കാം. അറ്റാക്ക്! അവരെ രക്ഷപ്പെടുത്താൻ വന്നതാണെങ്കിലും ആ സെക്ഷൻ ഗാഡ്ജറ്റിനകത്ത് അവരും പെടാൻ പോവുകയാണ്. കളി നിങ്ങൾ കണ്ടോ? നമ്മൾ ഈ സെക്ഷൻ ഗാഡ്ജറ്റിനുള്ളിൽ കുടുങ്ങാൻ പോവുകയാണ്. രക്ഷിക്കണേ. വാ, നമുക്ക് ലാബിലേക്ക് പോകാം. പുതിയ ക്ലൗഡ്സ് ലാബിൽ വന്നിരിക്കുന്നു. റെഡി ഫോർ ദ വാക്യൂം. ഇതുവരെ
സംഭവിച്ചതൊക്കെ നമ്മളൊന്ന് ഓർത്തു നോക്കാം സുഹൃത്തുക്കളെ. ആദ്യം ഒരു ക്ലൗഡ് മാൻ വന്ന് നമ്മുടെ ഭൂമിയിലെ വെള്ളമൊക്കെ മോഷ്ടിച്ചു. പക്ഷെ ഈ ആൾക്കാരൊക്കെ ആരാ? ക്ലൗഡ് മാൻ ഇത് വെള്ളം മോഷ്ടിക്കാൻ നോക്കുകയാണല്ലോ. ഇന്ത്യ നിയമമാണ് സത്യം. ഭാരത മാതാവാണ് സത്യം. അനുഭവത്തിൽ ഇങ്ങനൊരു വാട്ടർ സ്ലൈഡ് ഞാൻ കണ്ടിട്ടേ ഇല്ല. മമ്മി രക്ഷിക്കണേ. ഇപ്പൊ തന്നെ എന്റെ തല കറങ്ങാൻ തുടങ്ങി. എനിക്കും കറങ്ങുന്നു പത്തലു. എന്റെ അമ്മോ, ഇവന്മാര് നമ്മളെ ക്യാപ്സുലാക്കി മാറ്റി ബോട്ടിലകത്ത് അടക്കി വെക്കുമല്ലോ. എന്തേലും വേഗം ചെയ്യണം. കമോൺ ക്വിക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു? അതുകൊണ്ട് നീ തന്നെ വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. എല്ലാവരും അവരവരുടെ ബബിൾസിൽ നിന്നുകൊണ്ട് നന്നായി ചാടാൻ തുടങ്ങൂ. എന്നിട്ട് ഈ ബെൽറ്റിൽ നിന്ന് താഴേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യൂ. വേഗം. എന്റെ അമ്മോ, ഞാൻ കള്ളനെ പിടിക്കാൻ പോകുമ്പോൾ ഇത്ര വേഗത്തിൽ പോവാറേ ഇല്ല. എന്റെ അമ്മോ. വരും, നമുക്ക് ഈ ഫോർമുല ബെറൂസയെ കൊണ്ട് കാണിക്കാം. അല്ല, ഇവരൊക്കെ ആരാ? ഇവിടെ എന്തെടുക്കുവാ ഇവന്മാരൊക്കെ? പൊളിച്ചെടുത്തല്ലോ. എല്ലാരും കൂടി എങ്ങോട്ടായി പോകുന്നതാ? വലിയേട്ടാ, അവർക്കിപ്പോ ടീ ബ്രേക്ക് ആണെന്നാണ് തോന്നുന്നത്. ചേട്ടാ, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഡോക്ടർ ജഡ്ക എല്ലാവരെയും നോർമൽ ആക്ക്. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. നിങ്ങളൊക്കെ ആരാണെന്നല്ലേ ചോദിച്ചേ? എവിടുന്നാണ് വന്നത്? ഗാർഡ്സിനെ വിളിക്ക്. സൈറൺ മുഴുക്ക്. എന്റെ അമ്മോ, നമ്മൾ ശരിക്കും കുടുങ്ങിയതാ തോന്നുന്നത്. വേണ്ട വേണ്ട. ഓ ഹലോ, ഞാനാണ് ബറൂഷ. നിങ്ങളെല്ലാം ആരാണ്? ഞാനാണ് മോട്ടു. പിന്നെ ഇത് പത്തലു. ഇവരൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരും. ഡോക്ടർ ജഡ്ക, ഗസീട്ടാറാം, പിന്നെ ചിങ്കം സാറും. അല്ല, ഇത് ഏതാണ് സ്ഥലം? ഇതിനെ പ്ലാനറ്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയും. ഇവിടെ ആര് വന്ന് പെട്ടാലും അവർക്ക് തിരിച്ചു പോക്കേയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഡയബോലസിന്റെ ചാരന്മാരായിരിക്കും. ഡയബോലസിനെ ഭൂമിയിൽ നിന്ന് വെള്ളം മോഷ്ടിക്കാൻ സഹായിക്കുന്നവരല്ലേ നിങ്ങൾ? അല്ല അല്ല, ഞങ്ങൾ ചാരന്മാരൊന്നും അല്ല. ഞങ്ങൾ അവന്മാരോട് പോരാടാൻ ഭൂമിയിൽ നിന്ന് വന്നതാ. ഭൂമിയിൽ നിന്ന് വന്നതാണ്. ഭൂമിയിലുള്ള വെള്ളമൊക്കെ ഒരുത്ത മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ പിന്തുടർന്ന് വന്നപ്പോ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടതാ. ഭൂമിയിലെ വെള്ളം ഡയബോലസ് മോഷ്ടിക്കുന്നു. അതിന്റെ സഹായത്തോടെ ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. വരൂ, ഞാൻ നിങ്ങളെ എന്റെ ബോസ് ഫെറൂഷ്യസിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അദ്ദേഹത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ സാധിക്കൂ. ഇൻട്രസ്റ്റിംഗ്. നിങ്ങളെല്ലാം ഡയാബോളിസിനോട് യുദ്ധം ചെയ്യാൻ വന്ന ആൾക്കാരാണോ? കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഈ പ്ലാനറ്റ് ഞങ്ങളുടേതായിരുന്നു. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പല നൂറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചിരുന്നതാണ്. ആ ഡയാബോളിസ് വന്ന് ഞങ്ങളെ ആക്രമിച്ചതാണ്. അവനേതോ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അവന്റെ മേഘങ്ങൾ ഞങ്ങളുടെ ഏരിയ താണ്ടി പോകുമ്പോൾ അവന്റെ മേഘങ്ങളിൽ നിന്നുള്ള ജലം ഞങ്ങൾ മോഷ്ടിച്ച് അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്ഥലത്ത് എപ്പോഴും വെള്ളമില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? ഞങ്ങൾക്ക് വെള്ളത്തിന്റെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ കാണുന്ന ഉണങ്ങിയ മരമാണെങ്കിലും പച്ച മരമാണെങ്കിലും അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ടായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നോ? എന്താ ചേട്ടാ ഇത്? എന്തോ പോലെ ഉണ്ടല്ലോ. ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് ഭൂമിയിലുള്ള ആൾക്കാർക്ക് രുചിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് മിസ്റ്റർ ഡയബോലസ് ഭൂമിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ മരങ്ങളിലെ വെള്ളം മാത്രം മതി. നിങ്ങളെല്ലാം പോയി വിശ്രമിച്ചോളൂ. നമുക്ക് രാത്രിയിൽ അവിടേക്ക് പോകാം.
ഉത്തരം കിട്ടിയോ? മോർ ഇത്ര വ്യത്യാസമാകാൻ കാരണം എന്താണെന്ന്? അല്ല, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇവനാണെങ്കിൽ മാജിക്കിന്റെ അകത്ത് മാജിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോസ് സഹായിയെ കൂട്ടിക്കൊണ്ടുവന്നു. വെൽക്കം മിസ്റ്റർ സഹായ്, വെൽക്കം. നീ വാസ്തവത്തിൽ വിചാരിച്ചോ എന്നിൽ നിന്ന് രക്ഷപ്പെട്ട് നിനക്ക് ഒത്തിരി നാൾ ജീവിക്കാമെന്ന്? ഐ ആം ദ ക്രിയേറ്റർ ഓഫ് ദിസ് പ്ലേസ്. ഐ ക്രിയേറ്റ് ആൻഡ് ഐ ഡിസ്ട്രോയ്. രക്ഷപ്പെട്ട് എവിടെ പോകും സഹായ്? അല്ല, ഇപ്പൊ നീ ഒരു കാര്യം ചെയ്തില്ലേ? അതെങ്ങനെയാ ചെയ്തത്? എങ്ങനെയാ നീ വെള്ളമായിട്ട് മാറിയത്? I am the creator. I can do anything. സഹായ്, നിനക്കും ഇതൊരു ചെറിയ സർപ്രൈസ് ആയിരുന്നു അല്ലേ? നീ എന്നെ ലേക്കിന്റെ അടുത്ത് വിട്ടിട്ട് ഓടിക്കളഞ്ഞതല്ലേ? നീ പോയതിനു ശേഷം ഞാൻ ആ വെള്ളത്തിന്റെ പുറത്ത് ഇത്തിരി റിസർച്ച് ചെയ്തു. പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നി ഞാൻ ഈ വെള്ളത്തിൽ കുറച്ച് കെമിക്കൽ ഉപയോഗിച്ചാൽ അതിൽ നിന്നൊരു വ്യത്യസ്ത ശക്തിയെ തയ്യാറാക്കാമെന്ന് മനസ്സിലാക്കി. ഞാൻ അതുപോലത്തെ കെമിക്കൽസ് ഒരുമിച്ച് ചേർത്ത് വെള്ളം തയ്യാറാക്കി. എന്നിട്ട് ഒരു ദിവസം കൂട്ടുകാരെ കാണുക. ഇന്ന് നിങ്ങളുടെ ബോസിന്റെ കയ്യിൽ ഒത്തിരി ശക്തി വരും. അതുകൊണ്ട് തന്നെ ആർക്കും എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇനി നോക്കൂ അത്ഭുതം. മിസ്റ്റർ ഡയബോളസ്, എന്താ പറ്റിയത്? എവിടെ പോയി ബോസ്? ഓ, ഞാൻ എത്ര തവണ പറഞ്ഞതായിരുന്നു, എല്ലാം നശിപ്പിച്ചു. ബോസ് എപ്പോഴും ഇങ്ങനെയാ, പറഞ്ഞതൊന്നും കേൾക്കാറേയില്ല. ഞാനാണ് സൃഷ്ടാവ്, ഞാൻ സൃഷ്ടിക്കും, ഞാൻ നശിപ്പിക്കും എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശത്തിന് കാരണമായിരിക്കുന്നു ബോസ്. I am the creator and I destroy. അപ്പോഴാണ് ഞാൻ എന്റെ പുതിയ പവറിനെ പറ്റി അറിഞ്ഞത്. ഞാൻ പതുക്കെ ആ പവറിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്തു. ഇപ്പൊ എനിക്ക് എന്റെ സ്വയം ഇഷ്ടത്താൽ എപ്പോ വേണമെങ്കിലും വെള്ളമാകാം, എന്നിട്ട് തിരിച്ചെപ്പോ വേണമെങ്കിലും മനുഷ്യനായി മാറാം. സുഹൃത്തുക്കളെ, എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യൂ. അറ്റാക്ക്! സൂക്ഷിച്ച് മോട്ടു. മാറി നിൽക്കേ. പത്തലു എണ്ണിക്ക്. അയ്യോ, നമ്മളിതിന് കുടുങ്ങി പോയല്ലോ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ. സഹായ്, കണ്ടോ നീ? എന്നെ സഹായിക്കാഞ്ഞതിന് എത്ര വലിയ അപരാധമാണ് താൻ ചെയ്തതെന്ന്. ഇനിയിപ്പൊ കുറച്ചു നേരത്തിനകം എന്റെ ആ എക്സ്പെരിമെന്റ് പൂർണ്ണമാകും. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാ ജലവും ഞാൻ ഒരുമിച്ച് വലിച്ചെടുക്കും. പിന്നെ എന്നെ ആർക്കും തന്നെ തടയാനാവില്ല. No one. ഇനിയിപ്പോ ഒരു എന്റർടൈൻമെന്റ് ആവാലോ. അയ്യോ
Hey, stop! Here. Ho, ho. പിടിക്കണേ 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 എനിക്ക് ഷാർപ്പായിട്ടുള്ള ഒരു സാധനം ആവശ്യമുണ്ട്. അതെവിടെ കിട്ടുക? ശരി, നിങ്ങളൊന്ന് നിർത്തു കൂട്ടുകാരെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഗെയിം കാണിച്ചു തരാം. ഞാനിത് എത്തിപ്പോയി. ഇപ്രാവശ്യം തന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നെ താഴെ ഇറക്ക്, എന്നെ താഴെ ഇറക്കാൻ, താഴെ ഇറക്കാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? താഴെ ഇറക്കാൻ. എന്തെല്ലാം ഉണ്ട് ഡൈബ്ലോ സാറേ? ഈ കളി നിങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടെന്നാണല്ലോ തോന്നുന്നു. എവിടേക്കാണോ പോയത്? വേഗം വാ ഫ്ലോറിറ്റ, ഇവന്മാരെ ക്ലോഡിയസും ഹരിക്കേനും നോക്കിക്കോളും. ഇവന്മാരെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്ക്. ഫിനിഷ് them. ഓക്കേ ബോസ്. വരൂ സുഹൃത്തുക്കളെ, പറക്കാൻ വേണ്ടി തയ്യാറായിക്കോളൂ. ക്ലൗഡ് മാൻ ബോട്ടു, പെട്ടെന്ന് ഇവിടേക്ക് വരൂ. ഗുഡ് ജോബ് ഹരിക്കാൻ മാൻ. ഇനി എന്റെ അവസരമാണ്. പിന്നിലുണ്ടാക്കുന്നത് എന്റെ ഒരു പഴയ ശീലമാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദവും. ഐഡിയ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ശീലത്തെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? അറ്റാക്ക്. ഇപ്പോ നിന്റെ ഊഴമാണ് ഗ്ലോഡിയസ്. അടുത്ത ഊഴം നിന്റേതാണ് മോനെ. മോട്ടു, വെള്ളം തീർന്നു. ഇപ്പൊ നീ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ശരി ശരി, ഇനിയിപ്പോ എന്താ ചെയ്യൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹാരിക്കൻ മാൻ, ഇതാ ഞാൻ എത്തിപ്പോയി. യെസ്, ഞാൻ എത്തിപ്പോയി ഹാരിക്കൻ. വെറുതെ വിടില്ല. നിന്റെ കഥ തീർത്തിരുന്നു ഹാരിക്കൻ മാൻ. പറ്റുമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് കാണിക്കേ. ഹാരിക്കൻ മാൻ, നിന്റെ കളി ഇതോടെ അവസാനിച്ചിരിക്കുന്നു.
അങ്ങനെ ഹരിക്കന്റെ കഥ ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി വരൂ, ബാക്കിയുള്ളത് ഡയാബ്ലസിന് കൊടുക്കാം. വരൂ, ഡയബോളസ് രക്ഷപ്പെട്ടു പോകാൻ പോവുകയാണ്. ഫ്ലോറിറ്റ, ഇവരെ കുറച്ചു നേരം കൂടെ തടയി. ഭൂമിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനുള്ള എന്റെ ഫോർമുല റെഡിയാണ്. ഇപ്പൊ നിന്റെ ഇതോടെ ആട്ടം നിന്റെ കഥ നിലയ്ക്കാൻ തീർന്നിരിക്കുന്നു. മാഡം, നിങ്ങളൊന്ന് സൈഡിലേക്ക് മാറി നിൽക്കുവോ? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീകളുടെയും ദേഹത്ത് കൈവയ്ക്കാറില്ല. അങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്കൂ പ്ലീസ്. സ്ത്രീകളുടെ മേൽ കൈവയ്ക്കില്ലെന്നോ? നമ്മളായിട്ട് തല്ലുന്നത് കണ്ടില്ലേ? വിളിച്ചെടുത്തല്ലോ. ഇന്ന് ഞാൻ തല്ല് വാങ്ങി തരിപ്പണമായല്ലോ മമ്മി. അടിപൊളി ഫ്ലോറിറ്റ, ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് പോവാൻ പെട്ടെന്ന്. വേഗം, ലെറ്റ്സ് ഗോ. ഫോർമുല അവന്റെ കയ്യിലുണ്ട്. അവൻ ഇവിടുന്ന് ഓടിപ്പോയി ആ പ്ലെയിനിൽ കയറി ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവനെ പിടിക്കാന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് അവന്റെ പുറകെ പോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. വേഗം വരൂ. അവൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവന്റെ സംസാരം നിർത്തേണ്ട സമയമായി. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ഇന്ന് ഞാൻ പറക്കാൻ അനുവദിക്കില്ല. വേഗം വാ, ഷിപ്പിൽ കയറ്. ബോസ് നിൽക്കൂ. നമ്മളുടെ അടുത്ത് ഒട്ടും സമയമില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.